നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേക ബുള്ളറ്റിൻ 24 ഇലക്ഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. in association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. കേരളത്തിൽ ആര് ഭരിച്ചാലും പൗരത്വ ഭേദഗതി നിയമം നടപ്പാകില്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. പൊതു തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനവികാരം പ്രതിഫലിക്കുമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ EDയും പ്രധാന ചർച്ചാ വിഷയമാണ്. LDFന്റെയും UDFന്റെയും കൂടുതൽ നേതാക്കളുടെ വീടുകളിൽ ED എത്തുമെന്ന് ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്ത് ന്യൂനപക്ഷങ്ങളുടെ വോട്ടുറപ്പിക്കാനാണ് LDF UDF മുന്നണികളുടെ പരിശ്രമം. CAA-യിൽ കേന്ദ്രത്തിനെതിരെയാണ് ജനവിധി വരികയെന്നും കേരളത്തിൽ UDF-ഓ LDF-ഓ ഭരിച്ചാലും പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ലെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇന്ത്യയിലൊക്കെ ഒരുപോലെയാണ് CAA. അത് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. അവിടെ ഭരണമാറ്റം വേണം. ഇത് ആർക്കും അറിഞ്ഞുകൂടാത്തത്. ഇവിടെ UDF ഭരിച്ചാലും CAA നടപ്പിലാക്കുമോ? ഇല്ലല്ലോ. LDF ഭരിച്ചാലും നടപ്പിലാക്കില്ല. പക്ഷേ അവിടെ ഭരണമാറ്റം ഉണ്ടാവണം. അതാണ് പ്രധാനം. മാസപ്പടി വിവാദത്തിലെ ED അന്വേഷണവും പ്രചാരണ രംഗത്തെ സജീവ ചർച്ചയാണ്. പിണറായി വിജയന്റെ മകളുടെ വീട്ടിൽ മാത്രമല്ല KC വേണുഗോപാലിന്റെ വീട്ടിലും ED എത്തുമെന്ന് ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം കൂട്ടുകച്ചവടമെന്നും ശോഭാ സുരേന്ദ്രന്റെ ആരോപണം. KC വേണുഗോപാലിന്റെയും വീണ വിജയന്റെയും പിണറായി വിജയന്റെയും എല്ലാവരുടെയും വീട്ടുപടിക്കലേക്ക് ED എത്തുകയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കേണ്ടവരെ അടയ്ക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഒന്നിച്ചുള്ള കച്ചവടമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി കരിമണൽ കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരിമണൽ കടത്തക്കെതിരെ എന്തുകൊണ്ടാണ് ഒരു വിജിലൻസ് അന്വേഷണം ഉണ്ടായോ? രാഹുൽ ഗാന്ധി വയനാട്ടിലെത്താറില്ല എന്ന K സുരേന്ദ്രന്റെ പരിഹാസത്തിന് T സിദ്ദീഖ് MLA മറുപടിയുമായി രംഗത്തെത്തി. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ കുടുംബത്തിന് രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിൽ കർണാടക സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചതിനെ BJP എതിർത്തു. അതിന് K സുരേന്ദ്രൻ മാപ്പ് ചോദിക്കണമെന്നും T സിദ്ദീഖ് പറഞ്ഞു. അവരുടെ കുടുംബത്തിന് 15 ലക്ഷം പ്രഖ്യാപിച്ചപ്പോൾ അത് റദ്ദ് ചെയ്യണം, അത് ശരിയല്ല, മര്യാദകേടാണ്, മലയാളികൾ രാഹുൽ ഗാന്ധി എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കാൻ ശ്രമിച്ച BJP കർണാടക സംസ്ഥാന അധ്യക്ഷനെതിരായും BJP സംസ്ഥാന ഘടകത്തിനെതിരായും ശ്രീ സുരേന്ദ്രന്റെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളില്ലാത്തതുൾപ്പെടെയുള്ള മറ്റു വിഷയങ്ങളും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്നുണ്ട്. 24 തിരുവനന്തപുരം. പാലക്കാട്ട് BJP സ്ഥാനാർത്ഥിയുടെ ചിത്രം ഉപയോഗിച്ചുള്ള ഭാരതരി വിതരണത്തിനെതിരെ പരാതിയുമായി CPIM. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമെന്ന് കാട്ടി CPIM ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. CPIM പ്രതിഷേധത്തെ തുടർന്ന് അരി വിതരണം നടന്നില്ല. ചട്ടലംഘനം നടന്നിട്ടില്ലെന്നാണ് BJPയുടെ വിശദീകരണം. ഇന്ന് രാവിലെ പാലക്കാട് കൊടുമ്പിൽ NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ ഭാരതരി വിതരണം ചെയ്യുമെന്നായിരുന്നു BJP പ്രവർത്തകരുടെ പ്രചരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും C കൃഷ്ണകുമാറിന്റെയും ചിത്രങ്ങളാണ് പോസ്റ്ററിലുണ്ടായിരുന്നത്. ഇതിനു പിന്നാലെ CPM പ്രവർത്തകർ സ്ഥലത്തെത്തി അരി വിതരണം തടഞ്ഞു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നിലനിൽക്കെയുള്ള അരി വിതരണം ചട്ടലംഘനമെന്നാണ് CPMന്റെ പരാതി. ഇത്തരത്തിൽ അരിയോ സാധനങ്ങളോ ഒക്കെ വിതരണം ചെയ്യുന്നത് തെറ്റാണ്. മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയെ സ്ഥാനാർത്ഥി BJPയുടെ സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് ചിഹ്നം വെച്ച് ഉപയോഗിക്കുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് അംഗീകരിക്കാവുന്നതല്ല, തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. എന്നാൽ ചട്ടലംഘനം നടന്നിട്ടില്ലെന്നാണ് BJP വിശദീകരണം. സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ വെച്ച് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ ആ സ്ഥലത്തോ അരി വിതരണം നടന്നിട്ടില്ല. രണ്ട്, ഈ സാധനം ആര് ക്രിയേറ്റ് ചെയ്തു, എങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് നമുക്കറിയില്ല. ഇത് മനഃപൂർവ്വം BJPയുടെ അല്ലെങ്കിൽ NDAയുടെ സ്ഥാനാർത്ഥിയുടെ പോപ്പുലാരിറ്റി അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ മേൽക്കൈ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുടിലതന്ത്രത്തിന്റെ ഭാഗമായിട്ട് മാത്രം ഉണ്ടാക്കുന്നതാണ്. ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി ജില്ലാ വരണാധികാരിക്കാണ് CPIM പരാതി നൽകിയത്. മറ്റെവിടെയെങ്കിലും സ്ഥാനാർത്ഥി അരിവിതരണം നടത്തിയാൽ തടയാനാണ് CPIM തീരുമാനം. 24 പാലക്കാട്. പ്രവാസി വോട്ടർമാരിൽ കണ്ണും നട്ട് വടകരയിലെ സ്ഥാനാർത്ഥികൾ. ഖത്തറിലും ഷാർജയിലും സന്ദർശനം നടത്തി പ്രവാസി വോട്ടർമാരെ നേരിട്ട് കണ്ടതിന്റെ ആത്മവിശ്വാസത്തിലാണ് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. വിദേശത്ത് പോയില്ലെങ്കിലും പ്രവാസികൾ കൂടെയുണ്ടെന്നാണ് KK ശൈലജയുടെ പക്ഷം. കേന്ദ്ര പദ്ധതികൾ പ്രവാസികളിലൂടെ വോട്ടാകുമെന്ന് NDA സ്ഥാനാർത്ഥിയും കണക്കുകൂട്ടുന്നു. കടൽ കടന്നെത്തുന്ന പ്രവാസി വോട്ടുകൾ വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിർണായകമാണ്.
7 നിയമസഭാ മണ്ഡലങ്ങളിലായി 1 ലക്ഷം പ്രവാസി വോട്ടുകളാണ് മണ്ഡലത്തിലുള്ളത്. ഇതിൽ കൂടുതൽ നാദാപുരം, കുറ്റ്യാടി, വടകര, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിലാണ്. ഖത്തറിലും ഷാർജയിലും സന്ദർശനം നടത്തി പ്രവാസി വോട്ടർമാരെ നേരിട്ട് കണ്ടതിന്റെ ആത്മവിശ്വാസത്തിലാണ് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. അവർക്ക് ശേഷിയുള്ളത്, അവരുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കാത്തവർ നാട്ടിലേക്ക് തിരിച്ചു വരണമെന്നും ഇപ്പോൾ വെക്കേഷൻ പ്ലാൻ ചെയ്തവർ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടേക്ക് ഇത് അത്രയും പ്രധാനപ്പെട്ട, അതിപ്പോൾ എൻ്റെ വോട്ടും തെരഞ്ഞെടുപ്പ് മാത്രമല്ല, രാജ്യം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവരുടെ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു പൊളിറ്റിക്കൽ സെൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഏറ്റവും പൊളിറ്റിക്കലി അലേർട്ടായിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് വടകര. അപ്പോൾ അത് റിക്വസ്റ്റ് ചെയ്ത് അവർക്ക് വലിയ ബാധ്യതയാവില്ലെങ്കിൽ അവരൊന്ന് വരണം എന്നുള്ള റിക്വസ്റ്റ് അവരുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിൽ എത്തിയതു മുതൽ പ്രവാസികളുടെ പിന്തുണ തനിക്കുണ്ടെന്ന് KK ശൈലജ. പ്രവാസികളായിട്ടുള്ള എല്ലാവരും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അവർ വരാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അവിടെ പോയിട്ട് അവരെ വിളിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ഇടയിൽ അവിടെ പോയിട്ട് അവരെ വിളിക്കേണ്ട കാര്യമില്ല. അവരെല്ലാം തയ്യാറെടുത്തു. പിന്നെ ചിലർ കൺവെൻഷനൊക്കെ വിളിച്ചപ്പോൾ എന്നോട് എൻ്റെ ഒരു വീഡിയോ എടുത്ത് അയക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ വീഡിയോയിൽ അവരോട് വോട്ട് അഭ്യർത്ഥിക്കുന്ന കാര്യങ്ങൾ അയച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെ പ്രവാസികൾ മറക്കില്ലെന്നാണ് NDA സ്ഥാനാർത്ഥിയുടെ കണക്കുകൂട്ടൽ. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നല്ല ജനാധിപത്യ ബോധമുള്ളവരാണ്. അവർ വോട്ട് ചെയ്യും. അത് രാജ്യം മുന്നേറുന്നതൊക്കെ ആഗ്രഹിക്കുന്നവരാണ്, മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആ വോട്ട് NDAക്ക് അനുകൂലമായിട്ട് തന്നെ വരുമെന്നാണ് വിശ്വസിക്കുന്നത്. കണക്കുകൂട്ടലുകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പരമാവധി പ്രവാസികളെ പോളിംഗ് ബൂത്തിലെത്തിക്കാനുള്ള തന്ത്രങ്ങൾ തേടുകയാണ് പാർട്ടി ക്യാമ്പുകൾ. 24 കോഴിക്കോട്. പ്രചാരണ രംഗത്ത് പരസ്പരം പോർ വിളിച്ച് മുന്നേറുന്ന സ്ഥാനാർത്ഥികൾ ഒരേ വേദിയിലെത്തിയാൽ എന്തായിരിക്കും സ്ഥിതി? ത്രികോണ പോര് നടക്കുന്ന തിരുവനന്തപുരത്ത് ഇന്ന് അത്തരമൊരു വേദിയുണ്ടായി. മാധ്യമ സ്വാതന്ത്ര്യത്തെപ്പറ്റി കത്തിക്കയറാൻ കിട്ടിയ അവസരത്തിൽ 3 പേരും കൊണ്ടും കൊടുത്തും മികവ് കാട്ടി. ദൈവം തമ്പുരാൻ തെറ്റു ചെയ്താലും താനത് റിപ്പോർട്ട് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച സ്വദേശാഭിമാനി K. രാമകൃഷ്ണപിള്ളയുടെ 108ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം. പാളയത്തെ സ്വദേശാഭിമാനിയുടെ അർത്ഥകായ പ്രതിമയിൽ തരൂരും രാജീവും പന്ന്യനും ഒന്നിച്ച് പുഷ്പാർച്ചന നടത്തി. പ്രസംഗിക്കാൻ ആദ്യം അവസരം ലഭിച്ചത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്. കിട്ടിയ പന്ത് മിഡോണിന് മുകളിലൂടെ. അദ്ദേഹത്തിന്റെ വീട്ടിൽ നെയ്യാറ്റിൻകരയിൽ ഞാൻ പോയി ആ പഴയ വീട് കണ്ടു. പ്രസ് ക്ലബിന്റെ ഒരു ആഗ്രഹമുണ്ടെന്ന് ഞാൻ കേട്ടു. അവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കണം, അവിടെ ഒരു സെന്റർ ഓഫ് ലേണിംഗ്, ജേർണലിസം ലേണിംഗ്, അതിനെപ്പറ്റി കേട്ടു. അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞാൻ MP ആയാൽ ഞാൻ അതിനെ പറ്റി വിചാരിക്കാം. അതിന് ഒരു താല്പര്യമുണ്ട്. ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഇന്ന് ഉറപ്പു തരുന്നു. സ്വദേശാഭിമാനിയുടെ സ്മരണാർത്ഥം ഒരു മാധ്യമ പഠന ഗവേഷണ കേന്ദ്രം എന്ന ആവശ്യം തന്റെ മുന്നിൽ ആദ്യമായിട്ടാണ് വരുന്നതെന്ന് ശശി തരൂരിന്റെ റിവേഴ്സ് സ്വീപ്പ്. ഇതുവരെ ഇങ്ങനെ ഒരു അഭ്യർത്ഥന എനിക്ക് കിട്ടിയിട്ടില്ല. ഉറപ്പമായിട്ട് ഇതിനെ പഠിക്കാനും, പക്ഷേ അതിൻ്റെ ആവശ്യമുള്ള ടെക്നിക്കൽ സാങ്ഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇതിനെ ശരിയാക്കാമെന്നും ഞാനും നിങ്ങളുടെ ഒപ്പം വാക്ക് പറയുന്നു. പക്ഷെ ഒരിക്കലും കൂടി മറക്കേണ്ട, വലിയ തുക കൊടുക്കാനില്ല. MP ഫണ്ട് തുച്ഛമാണ് എന്ന് പരിതപിച്ച ശശി തരൂരിനെ പിച്ചിന് നടുവിലെത്തി ലോങ് ഓണിന് മുകളിലൂടെ സിക്സറിന് പറത്തി തലസ്ഥാനത്തെ മുൻ MP കൂടിയായ പന്ന്യൻ രവീന്ദ്രൻ. ഒരു MP എന്ന രീതിയിൽ നമുക്ക് കേന്ദ്രമന്ത്രിമാർ സമ്മർദ്ദം ചെലുത്തിയാൽ പല കാര്യങ്ങൾക്കും നമുക്ക് കാശ് കിട്ടും. അതിനുള്ള വഴി നോക്കണം. റൂള് മാത്രം നോക്കി നമ്മളവിടെ പോയി MP ആയി പ്രവർത്തിച്ചാൽ പറ്റില്ല. ആ കുഴപ്പമാണ് നമ്മൾ പൊതുവെ ആളുകളോട് പറയുമ്പോൾ, എന്താ എൻ്റെ കയ്യിൽ കാശില്ല, ശരിയാ, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഈ വഴി കൂടി ഉണ്ട് എന്ന കാര്യം മറക്കരുത്. ജയിച്ചാലും തോറ്റാലും മത്സരം കഴിഞ്ഞാൽ അത് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നല്ല കളിക്കാരൻ പുലർത്തേണ്ട മര്യാദയെന്ന് ഓർമ്മപ്പെടുത്തി 3 പേരും പിരിഞ്ഞു. അലക്സ്, റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി M. മുകേഷിന് 14,98,00,000 രൂപയുടെ ആസ്തി. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിലാണ് സ്ഥാനാർത്ഥി സ്വത്ത് വിവരങ്ങൾ വ്യക്തമാക്കിയത്. കൈവശം 50,000 രൂപ. വിവിധ ബാങ്കുകളിലും തിരുവനന്തപുരം സബ് ട്രഷറിയിലുമൊക്കെയായി സ്ഥിര നിക്ഷേപവും ഓഹരികളുമടക്കം 10,48,00,000 രൂപ. തിരുവനന്തപുരത്തും എറണാകുളത്തും ഭൂമിയുണ്ട്. 2,40,000 രൂപ മൂല്യം വരുന്ന സ്വർണം. കുടുംബസ്വത്തായി ലഭിച്ച കൊല്ലത്തെ വീടിനു പുറമെ ചെന്നൈയിൽ 2 ഫ്ളാറ്റുകൾ. ആകെ 14,98,00,000 രൂപയുടെ ആസ്തിയുണ്ടെന്നാണ് M. മുകേഷ് പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലുള്ളത്. ചെന്നൈ ടി നഗറിലെ ഫ്ളാറ്റ് ആദ്യ ഭാര്യ സരിതയുടെയും കൂടി പേരിലാണ്. കടകംപള്ളിയിലെ 13 സെന്റ് ഭൂമി മേതിൽ ദേവികയുടെ കൂടി പേരിൽ വാങ്ങിയതാണ്. എറണാകുളം കണയന്നൂരിലെ 37 സെന്റ് ഭൂമി ശ്രീനിവാസനുമായി ചേർന്നാണ് വാങ്ങിയത്. മഹാബലിപുരം, തോന്നയ്ക്കൽ, ശക്തികുളങ്ങര, പോത്തൻകോട് എന്നിവിടങ്ങളിലും മുകേഷിന് ഭൂമിയുണ്ട്. 2 കാറുകളും. പൊതുവഴി തടസ്സപ്പെടുത്തിയതിന് പുനലൂർ പോലീസ് സ്റ്റേഷനിൽ 2014 രജിസ്റ്റർ ചെയ്ത കേസ്
പുനലൂർ മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയിലാണെന്നും സത്യവാങ്മൂലത്തിൽ മുകേഷ് വ്യക്തമാക്കി. 24 കൊല്ലം. IT നഗരമായി വളരുന്ന കൊച്ചിയിൽ ടെക്കുകളും വലിയ പ്രതീക്ഷയോടെയാണ് തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. ഇൻഫോ പാർക്കിന്റെ സമഗ്ര വികസനമാണ് കൊച്ചിയിലെ ടെക്കുകളുടെ പ്രധാന ആവശ്യം. UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ ടെക്കുകളുമായി ചർച്ച നടത്തി. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാറ്റി നിർത്തി ഇൻഫോ പാർക്കിന്റെ സമഗ്ര വികസനത്തിൽ ഊന്നിയുള്ള ചോദ്യങ്ങൾ: കുടിവെള്ള പ്രശ്നം, മെട്രോ വികസനം, മാലിന്യ നിർമ്മാർജ്ജനം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവ ചോദ്യങ്ങളിൽ നിറഞ്ഞു. അല്ല, ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. സംഘടനാപരമായ ദൗർബല്യങ്ങളെല്ലാം മാറ്റി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു പ്രോഗ്രസ് കാർഡ് കൂടി എഴുതുന്ന ഒരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഞാൻ അമിതമായ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ ചെയ്യേണ്ട ജോലി, ഞങ്ങളുടെ പ്രവർത്തകർ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം കൃത്യമായി ഏറ്റെടുത്തിട്ടുണ്ട്. റോബോട്ടിക് സാങ്കേതിക വിദ്യ തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയ്ക്കെത്തി. എല്ലാ നിയോജക മണ്ഡലത്തിലും ഒരുപാട് സ്ഥലങ്ങളിൽ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുകയാണ്. എറണാകുളം പോലെ ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, ടാക്സ് ഇനത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ജില്ലയ്ക്ക് ആവശ്യത്തിനുള്ള കുടിവെള്ളം കേരള വാട്ടർ അതോറിറ്റി കൊടുക്കുന്നില്ല. 1000 കോടി 10,000 കോടിയുടെ കിഫ്ബി പദ്ധതി പ്രഖ്യാപിച്ചിട്ട് എന്താ കാര്യം? ഇപ്പോൾ എറണാകുളത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും ലഭിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളത് പാർലമെന്റിൽ ചർച്ച ചെയ്യണ്ടേ? ജനങ്ങൾ തീരുമാനിക്കട്ടെ. 5 വർഷക്കാലം പാർലമെന്റിൽ നടത്തിയ ഇടപെടലുകളും സാങ്കേതിക വിദ്യാ മുന്നേറ്റങ്ങളിൽ ഇനി നടത്താനുള്ള ഇടപെടലും വിശദീകരിച്ച ഹൈബി ഈഡന്റെ മറുപടി: ഞാൻ 9 സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചു. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഡോക്ടേഴ്സിനും ഹെൽത്ത് സ്റ്റാഫിനും എതിരെയുള്ള ആക്രമണം ചെറുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബില്ലാണ്. സ്ത്രീകൾക്ക് ഫ്രീ ആക്സസ് ടു മെൻസ്ട്രുവൽ പ്രോഡക്ട്സ്, അവർക്ക് മെൻസ്ട്രുവൽ ലീവ് സ്കൂൾ ആൻഡ് കോളേജ് സ്റ്റുഡൻസ് ആൻഡ് വർക്കിംഗ് വിമന് കൊടുക്കണം എന്ന് പറഞ്ഞു. അതൊന്നും നിങ്ങൾ ചർച്ച ചെയ്തില്ലല്ലോ. അവതരിപ്പിക്കാത്ത അല്ലെങ്കിൽ അതിൻ്റെ ഡ്രാഫ്റ്റിങ്ങിലിരുന്ന സമയത്തുള്ള ഇതാണ്. ഞാനിപ്പോഴും പറയുന്നു, 65 മുതൽ 70% വരെ കേരളത്തിൻ്റെ പൊതുഖജനാവിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ജില്ലയാണ് എറണാകുളം, ഒരു നഗരമാണ് എറണാകുളം. ആ നഗരത്തിന് കിട്ടേണ്ടതായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ ചോദിച്ചു വാങ്ങും. ഇൻഫോ പാർക്കിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെന്നാണ് പൊതുവെ ഉയർന്ന ആവശ്യം. 24 കൊച്ചി. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ കൊണ്ടുപിടിച്ച പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥികൾ. തലസ്ഥാന മണ്ഡലത്തിൽ ത്രികോണ മത്സരമെന്ന് ശശി തരൂർ പറയുമ്പോഴും അല്ലെന്നാണ് മറ്റ് 2 സ്ഥാനാർത്ഥികളുടെയും പ്രതികരണം. മത്സരം LDFും UDFും തമ്മിലെന്ന് പന്ത്യൻ രവീന്ദ്രനും മോദിയുടെ ഗ്യാരണ്ടിക്കാണ് ഇക്കുറി വോട്ടെന്ന് രാജീവ് ചന്ദ്രശേഖറും പറയും. പതിവിൽ നിന്ന് വ്യത്യസ്തമായ ആവേശ പോരാട്ടമാണ് ഇക്കുറി തലസ്ഥാനത്ത്. 4ാം അംഗത്തിലും വിജയപ്രതീക്ഷയിലാണ് തരൂർ. മണ്ഡലത്തിൽ ത്രികോണ മത്സരമുണ്ടെന്നും 2 കൂട്ടരെയും നിസാരമായി കാണുന്നില്ലെന്നും UDF സ്ഥാനാർത്ഥി. തിരുവനന്തപുരത്ത് എപ്പോഴും ഒരു ത്രികോണ മത്സരം തന്നെയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ സീറ്റ് എടുത്തത് കമ്മ്യൂണിസ്റ്റുകാരുടേതാണ്. ഈ കഴിഞ്ഞ 2 തവണ 2ാം സ്ഥാനത്ത് വന്നത് BJP ആണ്. അപ്പോൾ 3 പാർട്ടിയും നമ്മൾ കാണണം, 3 ആളും മത്സരത്തിൽ ഉണ്ടെന്ന് കാണണം. തിരുവനന്തപുരത്ത് മത്സരം LDFും UDFും തമ്മിലെന്ന LDF സ്ഥാനാർത്ഥി. ഇതിലൂടെ ത്രികോണ മത്സരം എന്ന വാദത്തെ തള്ളുകയാണ് പന്ന്യൻ. ഇവിടെ മത്സരം നേരിട്ടുള്ള മത്സരമാണ്. BJP 3ാം സ്ഥാനത്താണ്. ഇവിടെ UDFും നമ്മളും തമ്മിലാണ് മത്സരം. ആ മത്സരത്തിൽ നമ്മൾക്ക് മേൽക്കൈയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. BJP ഒരു പ്രശ്നമേ അല്ല. BJP നമ്മുടെ ഈ തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞാൽ ഇത് വാർത്തകളിൽ വലിയ പ്രകമ്പനം സൃഷ്ടിച്ച് വരുമെന്ന് മാത്രമേ ഉള്ളൂ. ആ വാർത്തയിലെ പ്രകമ്പനം മാത്രം വോട്ടായി മാറില്ല. വാർത്തയും യാഥാർത്ഥ്യവുമായി പലപ്പോഴും പൊരുത്തപ്പെടുന്നുമില്ല. മണ്ഡലത്തിലാകെ വികസനമില്ലായ്മ ചൂണ്ടിക്കാട്ടിയാണ് NDA സ്ഥാനാർത്ഥിയുടെ പ്രചരണം. മോദിയുടെ ഗ്യാരണ്ടി വോട്ടാകും. ഇക്കുറി താമര വിരിയുമെന്ന് രാജീവ് ചന്ദ്രശേഖർ. മോദിയുടെ വികസനം, നമ്മുടെ വികസനം, വികസിത് ഭാരതം, ഒരു വികസിത് തിരുവനന്തപുരം, അതാണ് വോട്ടിൻ്റെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ്. തിരുവനന്തപുരത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു MP ഉണ്ടെങ്കിൽ അത് ഞാനാണ്. BJPൻ്റെ കാൻഡിഡേറ്റാണ്, നരേന്ദ്രമോദിജീൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട്. പ്രചരണം ചൂടുപിടിക്കുമ്പോൾ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് 3 മുന്നണികളും. വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത സ്ഥാനാർത്ഥികൾ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ തിരുവനന്തപുരത്ത് കളി മാറുമെന്നുറപ്പ്. AB ജയശങ്കർ, 24 തിരുവനന്തപുരം. ടെന്നീസ് താരം സാനിയ മിർസയെ ഹൈദരാബാദിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം. AIMIM അധ്യക്ഷൻ അസദുദ്ദീൻ ഒവൈസിയെ സൂപ്പർ താരത്തെ ഇറക്കി അട്ടിമറിക്കാമെന്നാണ് കോൺഗ്രസിന്റെ ആലോചന. നൈസാമിന്റെ കോട്ടയെന്നാണ് ഹൈദരാബാദിന്റെ വിളിപ്പേര്. 1980 വരെ KS നാരായണയിലൂടെ കോൺഗ്രസിന്റെ വിശ്വസ്ത മണ്ഡലങ്ങളിലൊന്ന്. 1984 സ്വതന്ത്രനായി മത്സരിച്ച സുൽത്താൻ സലാഹുദ്ദീൻ ഒവൈസി ആ കുത്തക തകർത്ത് കോട്ടയുടെ അധിപനായി. 1999 വരെ സലാഹുദ്ദീൻ ഒവൈസിയും 2004 മുതൽ മകൻ അസദുദ്ദീൻ ഒവൈസിയും
മണ്ഡലം വിട്ടുകൊടുത്തിട്ടില്ല. ആ കോട്ട പിടിക്കാൻ ഇതിഹാസ ടെന്നീസ് താരം സാനിയ മിർസയെ കളത്തിലിറക്കാനാണ് കോൺഗ്രസ് നീക്കം. ചരടുവലിക്കുന്നത് തെലങ്കാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുൻ നായകനുമായ മുഹമ്മദ് അസറുദ്ദീൻ. അസറുദ്ദീനും സാനിയയും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ്. അസറുദ്ദീന്റെ മകൻ മുഹമ്മദ് അസസുദ്ദീൻ വിവാഹം ചെയ്തിരിക്കുന്നത് സാനിയയുടെ സഹോദരി അനം മിർസയെയാണ്. ഈ സ്വാധീനം കൂടി വെച്ചാണ് സാനിയയെ അനുനയിപ്പിക്കാൻ അസറുദ്ദീൻ നേരിട്ടിറങ്ങിയിരിക്കുന്നത്. വനിതാ ഡബിൾസിലെ മുൻ 1ാം റാങ്കുകാരിയും 6 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾക്ക് ഉടമയുമായ സാനിയ മിർസ ഇന്ത്യൻ കായിക ചരിത്രത്തിലെ പതാകവാഹകരിൽ ഒരാളാണ്. നിരവധി പെൺകുട്ടികൾക്ക് പ്രചോദനമായ വനിത. ആ താരപരിവേഷം ഒവൈസിക്കെതിരെ തുറുപ്പുചീട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. 2023 ടെന്നീസിൽ നിന്ന് വിരമിച്ച സാനിയ വനിതാ താരങ്ങളെ വളർത്തിയെടുക്കുന്ന പദ്ധതികളിലാണ് ഇപ്പോൾ ശ്രദ്ധയൂന്നിയിരിക്കുന്നത്. പാക് ക്രിക്കറ്റ് താരം ഷോയിബ് മാലിക്കുമായുള്ള വിവാഹമോചനത്തിന് ശേഷം സാമൂഹിക പ്രവർത്തനങ്ങളിലും സജീവമായ സാനിയയുടെ രാഷ്ട്രീയ കോർട്ടിലേക്കുള്ള വരവ് ഒട്ടും തള്ളിക്കളയാനാവില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മുൻ ക്രിക്കറ്റ് താരങ്ങളായ യൂസഫ് പഠാനും കീർത്തി ആസാദും ഇത്തവണ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നുണ്ട്. ആ ലിസ്റ്റിലേക്ക് സാനിയയും എത്താൻ സാധ്യതകളേറെ. ഇലക്ഷൻ ഡെസ്ക് 24. കേരളത്തിലെ ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ആർക്ക്? അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധവുമായി LDFും UDFും രംഗത്തുണ്ട്. തിരുവനന്തപുരത്ത് ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധവേദിയിൽ ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ നേരിട്ടെത്തി പിന്തുണ പ്രഖ്യാപിച്ചു. നോ വോട്ട് ഫോർ BJP ക്യാമ്പയിനും ഇരു സ്ഥാനാർത്ഥികളും ഏറ്റെടുത്തിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി സംസ്ഥാന കമ്മിറ്റി പ്രതിഷേധം ചിത്തിര തിരുനാൾ പാർക്കിൽ. ചൂലും തൊപ്പിയും പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായി പാർക്ക് വളഞ്ഞ് ആം ആദ്മി സംഘം. തിരക്കിനിടയിലും തിരുവനന്തപുരത്തെ UDFന്റെയും LDFന്റെയും സ്ഥാനാർത്ഥികൾ വേദിയിലെത്തി. രണ്ടുപേരും എത്തിയത് 2 സമയത്ത്. പക്ഷേ ലക്ഷ്യമൊന്ന്. അപ്പൊ ഞാൻ ഒരിക്കലും കൂടി നിങ്ങളോട് പറയുന്നു, ഈ ജനാധിപത്യത്തെ നമുക്ക് സംരക്ഷിക്കാൻ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഇറങ്ങണം. അതിനിടയിലും ആപ്പിന് സ്ഥാനാർത്ഥികളില്ലാത്തതിനാൽ വോട്ട് തങ്ങൾക്ക് നൽകണമെന്ന് കൂടി തരൂരിന്റെ അഭ്യർത്ഥന. BJPയെ എന്തായാലും നമ്മൾ തോൽപ്പിക്കണം. കേരളത്തിൽ 20 സീറ്റും ഇന്ത്യ മുന്നണി പാർട്ടികൾ എടുക്കണം. അതിലത്തെ UDF 20 സീറ്റും എടുക്കാൻ തയ്യാറാണ്. നമ്മൾ മുന്നോട്ട് നിൽക്കുന്നുണ്ട്. LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ എത്തിയത് തരൂരിനേക്കാൾ താമസിച്ച. ജനങ്ങൾ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പ് രാജ്യത്ത് പ്രഖ്യാപിച്ചൊരു കാലത്ത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ആർക്കാണ് അധികാരം? പിന്തുണയാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എങ്ങും തൊടാതെയുള്ള സ്ഥാനാർത്ഥിയുടെ മറുപടി ഇങ്ങനെ: പറയുന്നത് ആര് എന്നതല്ല വിഷയം, പറയുന്നത് എന്ത് എന്നതാണ് പ്രധാനം. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇരു സ്ഥാനാർത്ഥികളും നോ വോട്ട് ഫോർ BJP പ്ലക്കാർഡ് ഉയർത്തിക്കാട്ടി തിരികെ പോയപ്പോൾ BJPക്ക് വോട്ട് ചെയ്യണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന NDA സ്ഥാനാർത്ഥിയുടെ മറുപടി: നോ വോട്ട് ഫോർ മോദി, വോട്ട് ഫോർ മോദി, ഇത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. പ്രക്ഷോഭവും പൊതുസമ്മേളനവും പ്രതികരണങ്ങളുമൊക്കെ കഴിഞ്ഞപ്പോൾ മാരാർജ് ഭവനിലേക്ക് ആം ആദ്മിയുടെ പ്രതിഷേധ മാർച്ച. പ്രതിഷേധം അതിരുവിട്ടപ്പോൾ അത് സംഘർഷമായി. ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം. കണ്ണമ്പ്ര പഞ്ചായത്തിലെ കുണ്ടൻചിറയിൽ സ്ഥാപിച്ചൊരു ഫ്ലെക്സും അതിനുള്ള മറുപടിയും ചെറിയ പൊല്ലാപ്പൊന്നുമല്ല പ്രദേശത്തുണ്ടാക്കിയത്. 5 കൊല്ലം MP എന്ത് ചെയ്തു എന്ന ഫ്ലെക്സിന് കോൺഗ്രസുകാർ മറുപടി ഫ്ലെക്സുമായി എത്തിയതോടെയാണ് പ്രതിഷേധമുണ്ടായത്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് 5 കൊല്ലം MP എന്ത് ചെയ്തു എന്ന ഫ്ലെക്സ് പ്രദേശത്ത് പ്രത്യക്ഷപ്പെട്ടത് നാട്ടുകാർ കാണുന്നത്. അതിനുള്ള മറുപടിയും അതേ ഫ്ലെക്സിൽ തന്നെ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പോരാട്ടം കനത്തു നിൽക്കുന്ന ആലത്തൂരിൽ ഇത്തരമൊരു ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ട വിവരം കോൺഗ്രസുകാരുടെ ചെവിയിലുമെത്തി. ഇതോടെ ഫ്ലെക്സ് വെച്ചവർക്കുള്ള മറുപടി ഫ്ലെക്സുമായി കോൺഗ്രസുകാർ സ്ഥലത്തെത്തി ഫ്ലെക്സ് സ്ഥാപിച്ചു. ഒരു ജനകീയ MP എന്നുള്ള നിലയിൽ അവർ പാട്ടും പാടും വികസനവും നടത്തും. അതിൽ തർക്കമൊന്നുമില്ല. അതിപ്പോ ആര് എന്ത് പറഞ്ഞാലും അത് രണ്ടും ഇവിടെ നടക്കും. കോൺഗ്രസ് പ്രവർത്തകർ ഫ്ലെക്സ് വെച്ചതോടെ പ്രദേശത്തെ CPM പ്രവർത്തകരും സംഘടിച്ചെത്തി. ഇവിടെ ഇതൊന്നും നടക്കില്ല എന്നായി പിന്നീടുള്ള തർക്കം. ഫ്ലെക്സ് വെച്ചാൽ മറുപടി ഫ്ലെക്സ് വെക്കാനുള്ള ജനാധിപത്യം പോലും ഇവിടെയില്ല എന്നായി കോൺഗ്രസുകാർ. ഫ്ലെക്സിലുള്ളതെല്ലാം സത്യമല്ലേ എന്ന് CPM നേതാക്കൾ. കഴിഞ്ഞ 5 വർഷക്കാലം ഈ മണ്ഡലത്തിന് വേണ്ടി MP എന്ത് ചെയ്തു, MP എവിടെയായിരുന്നു എന്ന ചോദ്യം വ്യാപകമായി ചോദിച്ചിട്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള കുട്ടികളാരോ ഒരു ബോർഡ് വെച്ചാണ്
അന്ന് പാട്ട് പാടി പോയതല്ലാണ്ട് പിന്നെ എന്ത് നടന്നു എന്നാണ്? എന്ത് നടന്നു ഇവിടെ? ഈ പഞ്ചായത്തിൽ എന്ത് നടന്നു? ഈ മണ്ഡലത്തിൽ എന്ത് നടന്നു? ഏതായാലും ഫ്ലെക്സും മറുഫ്ലെക്സും പ്രത്യക്ഷപ്പെട്ടതോടെ ഇനിയും പുതിയ ഫ്ലെക്സുകൾ പ്രദേശത്ത് എത്തുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. മുഹമ്മദിനൊപ്പം എസ് ശ്യാംകുമാർ, 24 ആലത്തൂർ. തിരികെ 24 ഇലക്ഷനിലേക്ക്. തെരഞ്ഞെടുപ്പ് പോരാട്ടം കനക്കുന്ന തൃശൂരിൽ വികസനം ചർച്ചയാക്കാൻ ഒരുങ്ങുകയാണ് മുന്നണികൾ. VS സുനിൽകുമാർ മന്ത്രിയായിരുന്നപ്പോൾ പ്രഖ്യാപിച്ചിട്ടും നടപ്പാകാതെ പോയ പദ്ധതികൾ ഉയർത്തിക്കാട്ടിയാണ് കോൺഗ്രസ് പ്രചാരണം. ഒരു ദിവസം ഒരു ചോദ്യമെന്ന നിലയിൽ 51 ചോദ്യങ്ങൾ സുനിൽകുമാറിനോട് സോഷ്യൽ മീഡിയ വഴി ചോദിക്കും. വികസനത്തെക്കുറിച്ച് എന്തും ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് വെല്ലുവിളിച്ച് LDF സ്ഥാനാർത്ഥി സുനിൽകുമാർ രംഗത്തെത്തി. ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന തൃശൂരിൽ പ്രചാരണത്തിലും വ്യത്യസ്തതകളേറെയാണ്. വ്യക്തിപരമായ ആക്രമണങ്ങൾക്കപ്പുറം വികസനവും വീഴ്ചയും എണ്ണിപ്പറഞ്ഞുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് മുന്നണികൾ. ഇടതു സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനോട് സോഷ്യൽ മീഡിയ വഴി 51 ചോദ്യങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് UDF. സുനിൽകുമാർ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പ് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ 51 ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ബജറ്റ് പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങിയ വികസന പദ്ധതികൾ പാതി വഴിയിൽ നിലച്ചുപോയ ചുവപ്പുനാടയിൽ കുരുങ്ങിയ ഓരോ ദിവസവും ഓരോ ചോദ്യമായി സോഷ്യൽ മീഡിയയിലെത്തും. ഇത് ഞങ്ങളാരും കണ്ടുപിടിച്ച ചോദ്യങ്ങളല്ല. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിന്നും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് 2016 മുതൽ 2021 വരെയുള്ള ബഡ്ജറ്റിനകത്ത് VS സുനിൽകുമാറിൻ്റെ മണ്ഡലത്തിലും തൃശ്ശൂർ ജില്ലയിലും സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ച പദ്ധതികളാണ് ഞങ്ങൾ ചർച്ചയിലേക്ക് വെക്കുന്നത്. എന്നാൽ എന്തു വികസനവും ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നാണ് ഇടതു സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ വെല്ലുവിളി. ചോദ്യങ്ങൾക്കുള്ള മറുപടി ജനം വോട്ടിംഗിലൂടെ നൽകുമെന്നും സുനിൽകുമാർ പറയുന്നു. ചോദ്യങ്ങൾക്ക് ജനങ്ങളും മറുപടി പറയും, ഞാനും മറുപടി പറയും, ഞങ്ങളുടെ മുന്നണിയും മറുപടി പറയും. അപ്പോൾ ഞാൻ ചോദ്യം എന്താണെന്ന് കേൾക്കാത്തതുകൊണ്ടാണ്. രാജ്യസഭാ MP ആയിരിക്കെ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പദ്ധതികൾ ഉയർത്തിക്കാട്ടിയാണ് BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പ്രചാരണവും. ചുട്ടുപൊള്ളുന്ന ചൂടാണ് തൃശ്ശൂരിൽ, ഒപ്പം തെരഞ്ഞെടുപ്പ് ചൂടും ഏറുകയാണ്. വികസനം ചർച്ചയാകട്ടെ എന്ന ഒരുപോലെ മുന്നണികളും. തൃശ്ശൂരിൽ നിന്നും ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24 ഇലക്ഷൻ അവസാനിക്കുന്നു.